നമ്മൾ മലയാളികൾക്ക് ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് തേങ്ങ. കേരളം തന്നെ കേരം തിങ്ങിയ നാടായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ തേങ്ങ അഥവാ കോക്കനട്ട് അല്ലെങ്കിൽ കേരം നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ രീതിയിൽ ഗുണകരമാണ്, ഇതുകൊണ്ട് എന്തൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകാം എന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ വളരെ കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പലതരത്തിലുള്ള ആസിഡുകൾ ലൈക്ക് ലോറിക് ആസിഡ്, കാപ്രിക് ആസിഡ്, കാപ്രലിക് ആസിഡ്, ഈ ആസിഡുകൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടുന്നതിനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. അതുകൂടാതെ ഇതിന് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണുള്ളത്. അതുകൊണ്ട് ഈ തേങ്ങ നമ്മൾ കഴിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിന്റെ അളവ് പെട്ടെന്ന് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. നമുക്കറിയാം, നമ്മൾ മലയാളികൾ പല രൂപത്തിൽ തേങ്ങ ഉപയോഗിക്കാറുണ്ട്. വെളിച്ചെണ്ണ, തേങ്ങ ചിരവിയത്, തേങ്ങാപ്പൂള്, അതുപോലെ തേങ്ങ വെള്ളം. നമ്മുടെ കറികളിൽ തേങ്ങയില്ലാത്ത ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം നമ്മൾ എല്ലാ കറികളും എത്രമാത്രം തേങ്ങ ഉപയോഗിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു തേങ്ങ മുഴുവനായിട്ട് ഒരാൾ കഴിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടാകാം? അത് ദിവസവും നമ്മൾ ചെയ്യുകയാണ്. ഈ തേങ്ങയിൽ 90% സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഈ ഫാറ്റിനെ നമ്മൾ ഒരു ബാഡ് ഫാറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം ഇത് നമ്മുടെ ഹൃദയത്തെയും അതുപോലെ പല തരത്തിലുള്ള ക്രോണിക് ഡിസീസസിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇത് LDL കൊളസ്ട്രോൾ കൂട്ടുന്നതിനായിട്ടുള്ള ഒരു റീസൺ കൂടിയാണ്. നിങ്ങളിൽ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ക്രോണിക് ഡിസീസസ് ഉള്ള ആളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രമേഹ രോഗം, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾ കോക്കനട്ടിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ നമുക്കിത് കൂടാതെ പറ്റില്ല. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂട്ടാനും അതുപോലെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് കോക്കനട്ട് കഴിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് അതിന് പകരമായിട്ട് വേറെ ഓയിലുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേറെ ഹെൽത്തി ആയിട്ടുള്ള മസ്റ്റാർഡ് ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇതുപോലുള്ള ഓയിലുകൾ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാം. കോക്കനട്ട് ഇല്ലാതെ കറികൾ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയ എമൗണ്ട് ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇത് നമ്മൾ എത്രമാത്രം കൂടുതലായിട്ട് കഴിക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് കോക്കനട്ടും നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് കുറച്ചായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അപ്പൊ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തവർ എമൗണ്ട് കുറച്ചു കൊണ്ടുവരിക, ഫ്രീക്വൻസി കുറച്ചു കൊണ്ടുവരിക. അതിനനുസരിച്ച് ഒരുപാട് വ്യത്യാസം നമ്മുടെ ബോഡിയിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിസൾട്ടുകളിലും നമുക്ക് ആ വ്യത്യാസം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.